ട്രെയിനിലെ ചോർച്ച എവിടെ നിന്നാണ് അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടത്? നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുള്ളതാണോ ഈ ട്രെയിനിനെ കുറിച്ച്? നേരത്തെ പരാതി ഉയർന്നതല്ല, ഇന്നിപ്പോൾ യാത്രക്കാരാണ് ഈ കാര്യങ്ങൾ നമ്മളെ വിളിച്ച് അറിയിക്കുന്നത്. അങ്ങനെയാണ് കണ്ണൂരിലെത്തിയപ്പോൾ ഈ ട്രെയിനിലേക്ക് അല്ലെങ്കിൽ ട്രെയിൻ നമ്മളും നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. യാത്രക്കാർ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടത്തേക്ക് പോയത്. മംഗലാപുരത്ത് നിന്നും ഈ ട്രെയിൻ എടുത്ത് ഏകദേശം കാസർഗോഡ് കഴിഞ്ഞ് തൃക്കരിപ്പൂരിൽ എത്തുമ്പോഴാണ് ശക്തമായ മഴ പെയ്തത്. ആ ഒരു സമയത്താണ് ഈ ട്രെയിനിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ യാത്രക്കാർ വീഡിയോ എടുത്തു. റെയിൽവേയിലെ മറ്റുദ്യോഗസ്ഥരുമായി ഫോണിലും അതുപോലെ തന്നെ റെയിൽവേയിലെ പരാതി ബോധിപ്പിക്കുന്ന ആപ്പിനുമൊക്കെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കണ്ണൂരിലേക്ക് ഈ ട്രെയിൻ എത്തുമ്പോൾ റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടത്തേക്ക് എത്തി സെലൗട്ട് ആപ്പ് ഒട്ടിച്ചാണ് ഈ ചോർച്ച പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. അല്ലാതെ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിന് ശ്രമവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ യാത്രക്കാർ ഇപ്പോഴും നമ്മൾ ബന്ധപ്പെടുമ്പോഴും പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത് ഒരു ശക്തമായ മഴ പെയ്താൽ വീണ്ടും ശക്തമായ രീതിയിൽ തന്നെ ഈ കമ്പാർട്ട്മെന്റിലേക്ക് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇങ്ങനെ ശക്തമായി വെള്ളം ഒഴുകിയെത്തി മഴ അല്പം തോർന്നപ്പോഴാണ് അതിൽ നേരിയ ശമനമെങ്കിലും ഉണ്ടായത്.